വാഴ്ത്തപ്പെട്ട കാർലോയുടെ ഫ്രസാത്തിയുടെയും ബാനറുകൾ വത്തിക്കാനിൽ അനാച്ഛാദനം ചെയ്തു. വിശുദ്ധ പദവി പ്രഖ്യാപനം ഇന്ന്. 2025 ജൂബിലി വർഷത്തിൽ ഏറ്റവും ശ്രദ്ധേയമായ വിശുദ്ധ പദവി പ്രഖ്യാപനത്തിന് വത്തിക്കാൻ ഒരുങ്ങി. ദിവ്യകാരുണ്യത്തിന്റെ സൈബർ അപ്പോസ്തോലൻ എന്ന പേരിൽ അറിയപ്പെടുന്ന വാഴ്ത്തപ്പെട്ട കാർലോ അക്യുറ്റിസിന്റെ സാമൂഹ്യ നീതിക്ക് വേണ്ടി നിരന്തരം പോരാടുന്നതിനിടെ പോളിയോ ബാധിച്ച് അന്തരിച്ച ഇറ്റാലിയൻ യുവാവും ഡൊമിനിക്കൻ മൂന്നാം സന്യാസ സമൂഹമായ പിയർ ജോർജിയോ ഫ്രസാത്തിയുടെയും വിശുദ്ധ പദപ്രഖ്യാപനം ഇന്ന് സെപ്റ്റംബർ 7 ഞായറാഴ്ച നടക്കും. 21-ാം നൂറ്റാണ്ടിൽ ജീവിച്ച് മരിച്ച് വിശുദ്ധ പദവിയിലേക്ക് ഉയർത്തപ്പെടുന്ന ആദ്യ വ്യക്തിയെന്ന ഖ്യാതിയോടെയാണ് കാർലോയുടെ വിശുദ്ധ പദവി പ്രഖ്യാപനം ഇന്ന് നടക്കുക. വത്തിക്കാനിൽ വിശുദ്ധ പത്രോസിന്റെ ബസിലിക്കയുടെ അങ്കണമായിരിക്കും വിശുദ്ധ പദപ്രഖ്യാപന തിരുകർമ്മവേദി. ഇന്ന് പ്രാദേശിക സമയം രാവിലെ 10 മണിക്ക് ലെയോ 14 പാപ്പയുടെ മുഖ്യ കാർമ്മികത്വത്തിൽ ആഘോഷമായ സമൂഹ ദിവ്യബലി അർപ്പണത്തോടെയാണ് തിരുക്കർമ്മങ്ങൾ ആരംഭിക്കുക. കർദിനാൾമാരും മെത്രാപ്പൊലിത്താമാരും മെത്രാന്മാരും വൈദികരും ലക്ഷക്കണക്കിന് വിശ്വാസികളും തിരുകർമ്മങ്ങളിൽ സഹകാർമ്മികരായിരിക്കും. സമൂഹ മാധ്യമങ്ങളിലെ തത്സമയ സംപ്രേഷണത്തിലൂടെയും ദശലക്ഷം പങ്കെടുക്കും. ആധുനിക സാങ്കേതിക വിദ്യ ഉപാധിയാക്കി ദിവ്യകാരുണ്യ ഭക്തിയുടെ പ്രചാരകനായി മാറിയ കാർലോ അക്യുറ്റിസിന്റെ ടൂറിനിലെ സമ്പന്ന കുടുംബത്തിൽ ജനിച്ചിട്ടും സാമൂഹ്യ നീതിക്കായി വലിയ പോരാട്ടം നടത്തിയ പിയർ ജോർജിയോ ഫ്രസാത്തിയുടെയും വിശുദ്ധ പദ പ്രഖ്യാപനത്തിനായി ആഗോള സഭയിലെ വിശ്വാസികൾ ദീർഘനാളായി കാത്തിരിക്കുകയായിരുന്നു. വിശുദ്ധ പദപ്രഖ്യാപനത്തിന് ഒരുക്കമായി കാർലോ അക്യുറ്റിസിന്റെയും പിയർ ജോർജിയോ ഫ്രസാത്തിയുടെയും വലിയ ബാനറുകൾ സെന്റ് പീറ്റേഴ്സ് ബസിലിക്കയുടെ മുൻവശത്ത് അനാച്ഛാദനം ചെയ്തിട്ടുണ്ട്. പത്രോസിന്റെ പിൻഗാമിയായി തിരഞ്ഞെടുക്കപ്പെട്ട ശേഷം ലെയോ പാപ്പ ആദ്യമായി നടത്തുന്ന വിശുദ്ധ പദ പ്രഖ്യാപനമെന്ന സവിശേഷതയും ഇന്നത്തെ ചടങ്ങിനുണ്ട്.